എന്തിലും ഏതിലും എങ്ങനെയെങ്കിലും ഒക്കെ തിരികെ കയറ്റുന്ന കൂട്ടരാണ് CPM-കാർ. കറണ്ട് ബില്ലിൽ വരെ ഇത്തരം ഒരു തിരികെ കയറ്റൽ അവർ നടത്തിയെന്നാണ്. ഇന്നു മുതൽ കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന വൈദ്യുതി ബില്ലുകളിൽ വെറും ഒരു സാമ്പത്തിക കണക്ക് മാത്രമല്ല ഉണ്ടാവുക, ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ളൊരു തുടക്കം കൂടിയാണ്. സത്യത്തിൽ അതൊരു കത്തിക്കലാണ്. KSEB വിതരണം ചെയ്യുന്ന പുതിയ ബില്ലുകളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രത്യേക പ്രചാരണ വാചകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഈ നീക്കത്തിന് കാരണം. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷങ്ങൾ എന്ന വാചകമാണ് ബില്ലിൽ അച്ചടിച്ചിരിക്കുന്നത്. ഏകദേശം 1.42 കോടി ഉപയോക്താക്കളാണ് KSEBക്കുള്ളത്. ഇതിൽ 1.07 കോടിയോളം വരുന്നത് സാധാരണക്കാരായ ഗാർഹിക ഉപയോക്താക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വീടുകളിലേക്ക് സർക്കാരിന്റെ വികസന സന്ദേശം നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത് എന്ന് വ്യക്തം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഉപഭോക്താക്കൾക്ക് മറ്റൊരു വലിയ ആശ്വാസം കൂടി ഈ മാസത്തെ ബില്ലിലുണ്ട്. ഇന്ധന സർചാർജിൽ വന്നിട്ടുള്ള വലിയ കുറവ് കൂടിയാണത്. നിലവിൽ പ്രതിമാസ ബിൽ ലഭിക്കുന്നവർക്ക് ഇന്ധന സർചാർജ് നൽകേണ്ടി വരില്ല. 2 മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്നവർക്കാകട്ടെ യൂണിറ്റിന് വെറും 4 പൈസ മാത്രമാണ് സർചാർജ് ഈടാക്കുന്നത്. സാധാരണഗതിയിൽ സർചാർജ് വർധനവ് ജനങ്ങൾക്ക് വലിയ ഭാരം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ 2025 ഡിസംബർ മാസത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ തുക മാത്രമേ ചെലവായുള്ളൂ എന്നും അതിന്റെ നേട്ടമാണ് ഇപ്പോൾ കുറഞ്ഞ ഈ സർചാർജിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേ ബില്ലിന് താഴെയാണ് ലോഡ് ഷെഡിംഗ് ഒന്നുമില്ലാത്ത 10 വർഷങ്ങൾ എന്ന് പരസ്യവാചകമായി സർക്കാർ നൽകുക കൂടെ ചെയ്യുന്നത്. ഇത്രയും കാലമില്ലാത്ത തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്തുള്ള സർചാർജിന്റെ കുറയൽ, ആ കുറഞ്ഞ ബില്ലിന് അടിയിൽ വന്നിട്ട് അവരുടെ പരസ്യവാചകം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിന്റെ സ്റ്റണ്ട് എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? വരാനിരിക്കുന്ന വേനൽക്കാലത്ത് നേരിടാനും KSEB കൃത്യമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലമായ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാറുണ്ട്. ഇത് പവർ കട്ടിലേക്കോ ലോഡ് ഷെഡിങ്ങിലേക്കോ നയിക്കാതിരിക്കാൻ നേരത്തെ തന്നെ ഹ്രസ്വകാല കരാറുകളിൽ KSEB ഏർപ്പെട്ടു കഴിഞ്ഞു. ഇതിനു പുറമെ വളരെ കൗതുകകരമായ മാറ്റം കൂടി കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ വൈദ്യുതി ബില്ലിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉപാധിയാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. KSEBയിലെ ജീവനക്കാരുടെ സംഘടനകളാണ് പ്രധാനമായും രംഗത്ത് വന്നിരിക്കുന്നത്. KSEB എന്നതൊരു സേവന സ്ഥാപനമാണ് എന്നും അതിന് ഒരു PR ഏജൻസിയായി മാറ്റാൻ അനുവദിക്കില്ല എന്നുമാണ് അവരുടെ നിലപാട്. സ്ഥാപനത്തെയും ജീവനക്കാരെയും രാഷ്ട്രീയ പ്രചാരണത്തിനായി ദുരുപയോഗം ചെയ്യാനാണ് നീക്കമെങ്കിൽ അതിനായി ശക്തമായി നേരിടും എന്ന് INTUC അടക്കമുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനങ്ങളുടെ നികുതിപ്പണവും ബില്ല് തുകയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു പ്രത്യേക മുന്നണിയുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന വാദമാണ് ഇവർ ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുക്കാറാവുമ്പോൾ എന്തൊക്കെ PR വർക്കുകൾ നടത്താമോ അതെല്ലാം ചെയ്തു കൂട്ടാണ്. ഒടുക്കം അതൊരു കറണ്ട് ബില്ലിൽ കൂടി വരിക എന്ന് പറഞ്ഞാൽ ഇത്ര അധംപതിച്ചിരിക്കുന്നു ഈ സർക്കാർ.